നസില, ഗ്രാഫിക് ഡിസൈനർ മാഹി എന്നാണ് വരുന്നത്. ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറയാണ് കോഴിക്കോട് വരെ പഠിക്കാനാ, അത് നടക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ കസിനോട് പറഞ്ഞു, കസിൻ ആണെങ്കിൽ അതിൻ്റെ ബാക്കി. കസിൻ പറയാണ് പെൺകുട്ടിയൊക്കെ പറഞ്ഞ പണിയൊന്നുമല്ലേ ഇത്, ഇതിലെ ചെക്കന്മാർക്ക് പറഞ്ഞ പണിയാ. എന്താ പെൺകുട്ടിക്ക് ഗ്രാഫിക് ഡിസൈൻ പഠിച്ചുകൂടാ? അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഗ്രാഫിക് ഡിസൈൻ തന്നെ പഠിക്കണം. അങ്ങനെ ഞാൻ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ബെസ്റ്റ് അക്കാഡമി അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ എനിക്ക് മൊത്തം ആഡ് വരുന്നത് ഇതാണ്, ഗ്രാഫിക് ഡിസൈനെ കുറിച്ചിട്ട് ആഡ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ഹാരിസൺ കോനെ കാണുന്നത്. ഈ ഇൻസ്റ്റഗ്രാം വഴി ഹാരിസൺ കോ കാണാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് ഇതെങ്ങനെയാണ് സംഭവങ്ങൾ നോക്കി. ഹാരിസൺ കോ ഓക്കെ ആണല്ലോ, എനിക്ക് ഭയങ്കര ബെറ്റർ ഫീലിംഗ് തോന്നി, നല്ലൊരു ഇൻട്രസ്റ്റ് ആയി ഇത്. അങ്ങനെ ഞാൻ ഉമ്മയുടെ പറഞ്ഞു. ഉമ്മ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ കോഴിക്കോട് വരെ പോയി പഠിക്കാനാ, ഇതെന്താ അങ്ങോട്ടൊന്നും പോയി പഠിക്കും, ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഇട്ട് നോക്കിക്കോ, ഗ്രാഫിക് ഡിസൈന് പഠിക്കാൻ വേണ്ടി അങ്ങൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ, പക്ഷേ എനിക്ക് ഇവിടെ തന്നെ പഠിക്കണം. ഈ ഹാരിസൺ കോ ഞാൻ കണ്ടതിൽ വെച്ചിട്ടും ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ പഠിക്കാൻ വേണം. അങ്ങനെ ലാസ്റ്റ് ഇവിടെ കോണ്ടാക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞ അവർ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ജോയിൻ ആയി. ഇവിടെ വന്നപ്പോൾ എന്താ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീലേ അല്ല, ഇവിടെ ഫുള്ള് ഒരു ആഡ് ഏജൻസിയിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേപോലത്തെ ഒരു ഫീലിംഗ്. മോർ ഓവർ എന്താ ഒരു മെൻറ്റർ സ്റ്റുഡൻറ്റ് റിലേഷൻ്റെ അപ്പുറത്ത് നമുക്കൊരു സീനിയർ ജൂനിയർ റിലേഷൻ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ഫുള്ള് സെറ്റപ്പായിട്ട് ഫീൽ ചെയ്ത്. നമ്മൾ ഓൾറെഡി ഇങ്ങനെ കാണുന്ന ബ്രാൻഡ്സിൻ്റെയോ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ എല്ലാം വർക്ക്സാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആസ് ഒരു ഇൻറ്റേൺ ആയാലും സ്റ്റുഡൻ്റ് ആയാലും ഞാൻ ചെയ്യുന്ന വർക്ക്സ് അവരത് എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെ പേജിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. എന്താ എനിക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ. അതുമാത്രമല്ല നമ്മൾ ചെയ്യുന്ന വർക്ക്സ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെ പേജിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ഭയങ്കര ഒരു അഭിമാനമായിട്ടുള്ളൊരു ഫീൽ.